കാട്ടാന വനം വകുപ്പിന്റെ മതിൽ തകർത്തു. നിലമ്പൂർ ചാലിയാർ ചുങ്കത്തറ വഴിക്കടവ് ഭാഗങ്ങളിൽ കാട്ടാനകൾ വ്യാപകമായി കൃഷിനാശം വരുത്തുന്നതിനിടയിലാണ് ഇന്നലെ രാത്രി വനം വകുപ്പിന്റെ അരുവാക്കോട് സെൻട്രൽ ഡിപ്പോയുടെ വെട്ടുകല്ലുകൾ കൊണ്ട് കെട്ടിയ മതിൽ തകർത്തത്. മതിൽ ഇന്നലെ രാത്രി ആന വന്നിട്ട് ഒരു 6:30-ക്ക് ശേഷം വന്നതാണ്. അപ്പൊ നിരന്തരമായിട്ട് ഇവിടെ ആനന്റെ ഒരു ശല്യമുള്ളതുകൊണ്ട് ഇത് എല്ലാം ചെയ്താണ്. ഈ ഡിപ്പോന്റെ മതിലാണ് പൊളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഒരു അർദ്ധരാത്രി ഒരു 6:30-7 മണി സമയമായപ്പോൾ വന്നു എന്നാണ് ഇവിടെ വാച്ചർമാരൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ നിരന്തരമായിട്ട് ഇതിൻ്റെ ശല്യം ഇത് ഒരുപാട് റിപ്പോർട്ട് ചെയ്തതാണ്. പേപ്പറിലും എല്ലാ മീഡിയാസിലും എല്ലാം നിരന്തരമായിട്ട് വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ഒരു പരിധി വരെ നമുക്ക് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എല്ലാം ഇത് ചെയ്തതാണ്. പക്ഷെ എന്നിട്ട് പോലും ഏതിലാണ് വരുന്നതെന്നുള്ള ഒരു ഇതില്ല. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു മാർഗം, അതായത് ഇത്രയും ആൾക്കാർ വരുന്ന കനോലി പ്ലോട്ടിൽ ഇത്രയും ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ്, സന്ദർശകർ ഒരുപാട് വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതിനൊരു എന്തെങ്കിലും ഒരു പരവാരകര ഭാഗത്തുനിന്ന് ഒരു തീരുമാനം ഉണ്ടാവണം. മയിലാടി പാലം മുതൽ വടപ്പുറം വരെ വനംവകുപ്പ് സോളാർ വൈദ്യുതി വേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയുവാൻ കഴിയില്ല. വനം വകുപ്പിന്റെ ജില്ലയിലെ പ്രധാന ഇക്കോ ടൂറിസം കേന്ദ്രമായ കനോലി പ്ലോട്ടിലേക്ക് പോകുന്ന വഴിയോട് ചേർന്നുള്ള മതിലാണ് തകർത്തത്. ഇവിടെ നിന്നും മീറ്ററുകൾ നടന്നാൽ നിലമ്പൂർ KNG റോഡിലേക്ക് എത്തും. ഇത് യാത്രക്കാർക്ക് ഏറെ ഭീഷണിയാകും. കാട്ടാന മതിൽ തകർക്കുന്ന സമയത്ത് വനം വകുപ്പിന്റെ താൽക്കാലിക ജീവനക്കാർ ഡിപ്പോയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.